Hello, my dear students. വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നാലാമത്തെ സെഷനാണ്. നമ്മൾ 3 സെഷനിൽ ജനറലായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇന്ന് നോക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം എസ് എക്ക് ചോദിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഉത്ഭവിച്ച് വന്നത്? ഓക്കെ, ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വന്നു എന്നാണ് ഈ എവല്യൂഷൻ പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അത് വളരെ മുന്നേ കാലഘട്ടങ്ങളിൽ 1750-60 കാലഘട്ടം തൊട്ട് 1850-60 കാലഘട്ടങ്ങൾ വരെയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള സമയം, അതാണ് ആദ്യം പറയുന്ന സമയം, പീരിയഡ് ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ആ സമയത്തൊക്കെ നമ്മളുടെ എക്കോണമി എന്ന് പറയുന്നത് തീർത്തും അഗ്രികൾച്ചറിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ്മാൻ ഉണ്ടായിരുന്നു. അവർ വില്ലേജുകളിൽ ഓരോ കമ്മ്യൂണിറ്റീസിലായിട്ട് വർക്ക് ചെയ്തിരുന്നു. അവരുടെ അടുത്ത് കുറച്ച് അപ്രൻറ്റൈസ് ആയിട്ടുള്ള ആൾക്കാരെ അവർ അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആർട്ടിസൻസ്, ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അന്ന് ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോ കമ്മ്യൂണിറ്റി ആയിട്ട് നിന്ന് ചെയ്തിരുന്നു ഓരോ കാര്യങ്ങൾ, അല്ലേ? നമുക്കറിയാലോ, ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ മൺകലങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, മരത്തിൻ്റെ പണി ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഓരോ കമ്മ്യൂണിറ്റി ആയിട്ട് അവർ വർക്ക്, അത് ആ ഒരു രീതിയിലുള്ള പ്രൊഡക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ചാനലും ആ സമയത്ത് വളരെ ലിമിറ്റഡ് ആയിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. അതാണ് പീരിയഡ് ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇനി പീരിയഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമുക്ക് 1750 തൊട്ട് 1850 വരെയുള്ള ടൈമാണ് ഇവിടെ പറയുന്നത്. ആ സമയത്ത് നമ്മളുടെ എക്കോണമി എന്ന് പറയുന്നത് ഒരു കൺവേർഷനിലേക്ക് വിധേയമായി. അഗ്രികൾച്ചർ ബേസ്ഡ് ഇൻഡസ്ട്രി എന്നുള്ളതിൽ കുറച്ച് വ്യത്യാസം വന്നു തുടങ്ങി. കുറച്ച് മോഡേണൈസേഷനൊക്കെ വന്നു. കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി കൂടാനായിട്ടൊക്കെ ശ്രമിച്ചു. ഇൻഡസ്ട്രിയൽ സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇൻഡസ്ട്രിയൽ സെറ്റപ്പുകളിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് വന്നു. അതിൽ വർക്കേഴ്സിൻ്റെ വേജസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ വെൽഫെയർസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോം ചെയ്ത് പേഴ്സണൽ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, അതിൽ വേജ്, സാലറി റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയറിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം വന്നു തുടങ്ങിയതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പീരീഡിൽ. ഓക്കെ, ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്താണ് ലേബർ യൂണിയൻസ് ഫോം ചെയ്ത് തുടങ്ങിയത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1750 കാലഘട്ടത്തിൽ, 50-60 കാലഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ അതേ കാലഘട്ടത്തിൽ 1790കളിലാണ് ലേബർ യൂണിയൻസ് ഫോം ചെയ്ത് തുടങ്ങിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ പറയുന്ന ലേബറിൻ്റെ വേജസ്, സാലറി, അവരുടെ ഫെസിലിറ്റീസൊക്കെ പറഞ്ഞെങ്കിലും അവർക്ക് വർക്കിംഗ് അവേഴ്സ് വളരെ കൂടുതലായിരുന്നു. വേജസ് എന്നാൽ വളരെ തുച്ഛമായിരുന്നു. ഒരുപാട് എന്താ പറയുക, അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുക. ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും പേരിന് മാത്രമായിരുന്നു. അപ്പം ജോലിയിൽ ഒരു റെസ്റ്റിംഗ് ഒന്നുമില്ല അവർക്ക്. വെറുതെ പണിയെടുക്കുക, ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കുക, എന്നാൽ അതിനുള്ള വേതനവും കിട്ടാത്തുള്ളൊരവസ്ഥ. അപ്പം അങ്ങനെ വന്നപ്പോൾ വേൾഡിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ പറയുന്ന ലേബേഴ്സ് എതിർത്തു തുടങ്ങി. ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ എതിർത്തു തുടങ്ങി. ലൈക്ക് ഈ വേജസ് പോരാ എന്നും, ജോലി ചെയ്യുന്ന സമയം വളരെ കൂടുതലാണെന്നും, വേതനങ്ങൾ കുറവാണ്, ബെനിഫിറ്റ്സ് കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലി ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എതിർപ്പുകൾ ശക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു 1790കളിൽ ലേബർ യൂണിയൻസ് ഫോം ചെയ്തത്. അങ്ങനെ ലേബർ യൂണിയൻസ് ഫോം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ലേബർ യൂണിയൻസ് ഉന്നയിക്കുന്ന ലേബർ ഇഷ്യൂസ് നമ്മളുടെ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിനെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിൽ ആ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ആ രീതിയിൽ അവരുടെ ഇഷ്യൂസൊക്കെ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടൈമിൽ ആ കാലഘട്ടത്ത് ഫോം ചെയ്തത്. പിന്നെ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ
കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്ത് അപ്പോഴേക്കും നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ എവല്യൂഷൻസ് പതുക്കെ ഉണ്ടായി തുടങ്ങി. അപ്പോഴാണ് ശരിക്കുമുള്ള എവല്യൂഷൻ ഫോം ചെയ്യുന്നത്. ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നത് ആ സമയത്താണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത് സെറ്റപ്പുകൾ ഫോം ചെയ്തു, പക്ഷേ ആ സമയത്ത് സ്റ്റഡീസൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റഡീസ് നടക്കുന്നത് ഈ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്താണ്. ഓക്കെ, അതിൽ 1850 ശേഷമുള്ള കാലഘട്ടത്ത്. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ FW ടൈലർ, നിങ്ങൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അദ്ദേഹം പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നു. അദ്ദേഹം 1857 തൊട്ട് 1911 കാലഘട്ടത്താണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോൾ എത്ര സമയം എടുത്തു എന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം സയൻറ്റിഫിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഫോം ചെയ്തു. ഫാദർ ഓഫ് സയൻറ്റിഫിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് മാനേജ്മെൻറ്റ് നമ്മുടെ FW ടൈലറാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് വർക്കേഴ്സിനെ ട്രെയിനിങ് ചെയ്യേണ്ട കാര്യങ്ങൾ, വേജസിൽ യൂണിഫോമിറ്റി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, എങ്ങനെ ആ പ്രൊഡക്ടിവിറ്റി നമുക്ക് നേടിയെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ആധികാരികമായിട്ടുള്ള വിശദീകരണങ്ങൾ നമ്മളുടെ FW ടൈലർ തന്നിരുന്നു. അപ്പോൾ ഈ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പീരീഡിൽ ഉണ്ടായിരുന്ന സ്റ്റഡീസാണ് ശരിക്കും നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് കൂടുതലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഫോം ചെയ്തത്. അതിൽ നമുക്ക് വളരെ എടുത്തു പറയാവുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, എൽട്ടൺ മയോയുടെ ഹാവ്തോൺ സ്റ്റഡീസ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഫ്രിറ്റ്സ് റൊസ്തെൽബർഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഥർ കൂടി ഉണ്ടായിരുന്നു. ഏകദേശം 13 വർഷമാണ് ഇവർ ഈ ഒരു ഹാവ്തോൺ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ചിക്കാഗോയിൽ ജനറൽ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഹാവ്തോൺ എന്ന് പറയുന്നത്. ആ ഹാവ്തോൺ പ്രൊഡക്ഷൻ യൂണിറ്റിൽ, ഹാവ്തോൺ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എരിക്കിൻ്റെ മരം എന്ന് പറയും അല്ലേ, എരിക്കിൻ്റെ വെച്ചാൽ നല്ല തടിയുള്ള മരമാണ്, അധികം കട്ടിയില്ല, അതിന് ചുറ്റിലും നിറച്ച് മുള്ളുണ്ടാവും. ആ എരിക്കിൻ്റെ മരം എന്ന് പറയാം, വലിയ വലിയ ഇലകളായിട്ട്. അതിൻ്റെ ഇലകളൊക്കെ റാബിറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ അതുപോലത്തെ മരങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ചിക്കാഗോ. അപ്പോൾ ആ മരത്തിൻ്റെ പേരാണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് അവർ കൊടുത്തിരുന്നത്. അതാണ് ഹാവ്തോൺ പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പോൾ അവിടെ നടത്തിയ എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ടാണ് ഹാവ്തോൺ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഹാവ്തോൺ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ആ ഹാവ്തോൺ എക്സ്പെരിമെൻറ്റിലൂടെ ഫോം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തതും അതിൻ്റെ ഫൈൻഡിങ്സൊക്കെ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് കൺസെപ്റ്റ്സ് ആയിട്ട് നമുക്ക് ഫോം ചെയ്തു. ഇത് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സിന് ഒരുപാട് ഒരു അഡ്വാൻറ്റേജായി മാറി. എങ്ങനെ നമുക്ക് നമ്മുടെ വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം, അവരുടെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, അവരെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാം എന്നൊക്കെ ഈ ഹാവ്തോൺ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ് ഫൈൻഡിങ്സ് വളരെ കൃത്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് തന്നിരുന്നത്. പിന്നെ അതുപോലെ ഡോഗ്ലാസ് മാഗ്രിഗർ തിയറി XY അല്ലേ, അത് നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അത് ഇനിയും ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞ് 6th സെമ്മിലൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിൽ കൂടുതൽ പഠിക്കുന്നുണ്ട്. അബ്രഹാം മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ് ഹൈറാർക്കി തിയറി, ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള സ്റ്റഡീസാണ്. അപ്പോൾ ഈ സ്റ്റഡീസിൻ്റെയൊക്കെ ഒബ്സർവേഷൻസ് ശരിക്കും നമ്മളുടെ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റ്, അന്നൊക്കെ വളരെ പാസീവായിട്ട് ഉണ്ടായിരുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റിനെ കുറേ കൂടി ഡൈനമിക്കായിട്ടൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ എംപ്ലോയീസിനെ വളരെ വാല്യുബിളായിട്ടുള്ള റിസോഴ്സാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഈ സ്റ്റഡീസൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിൻ്റെ പ്രിൻസിപ്പിൾസ് സ്റ്റഡീസൊക്കെ തിയറി XY എന്ന് പറയുമ്പം ഞാൻ ചെറുതായിട്ട് പറയാം. അതായത് തിയറി X എന്ന് പറയുന്നതും തിയറി Y എന്ന് പറയുന്നതും 2 അസംഷൻസാണ് എംപ്ലോയീസിനെ കുറിച്ചിട്ട്. തിയറി X നെഗറ്റീവ് അസംഷൻസും തിയറി Y പോസിറ്റീവ് അസംഷൻസാണ് പറയുക. അതായത് തിയറി X പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും മടിയനാണ്. അവന് ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ല. ആരെങ്കിലും അവനെ പിന്തുണച്ചാൽ മാത്രമേ അവൻ എന്തെങ്കിലും ചെയ്യുള്ളൂ. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള ഉത്സാഹം കുറവാണെന്നാണ് തിയറി എക്സ് പറയുന്നത്. തിയറി വൈ പറയുന്നത് നാച്ചുറലി ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉത്സാഹമുള്ള ഒരു സ്വഭാവമാണ്. അവരെ ആരും ഒന്നും പറയേണ്ട, അവർ സ്വയമേ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം അത് രണ്ട് തിയറീസ്. ഇനി നീഡ് ഹൈറാർക്കി തിയറി നിങ്ങൾക്കറിയാലോ. നമ്മളുടെ നീഡ്സ്, നമ്മുടെ ബേസിക് നീഡ്സ്, അത് കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, അങ്ങനെ 5 നീഡ്സ് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് അടുത്ത സെമ്മിൽ. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻസൊക്കെ നമുക്ക് ശരിക്കും നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നല്ല ഒരു ഫങ്ഷണൽ ഏരിയ ആയിട്ട് മാറാനായിട്ട് സഹായിച്ചു. അതിലൂടെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കുറച്ചുകൂടി സിസ്റ്റമൈസ്ഡ് ആക്കാനായിട്ട് പറ്റി. അതിൽ മെയിനായിട്ട് വന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, മോട്ടിവേഷൻ ആൻഡ് എംപ്ലോയി ബെനിഫിറ്റ്സ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് റിലേറ്റഡ് സാലറീസ് ആൻഡ് അപ്രൈസൽസ്, ഇതൊക്കെ ആ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കണ്ടു. അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് സമയത്ത്, അതിന് ശേഷം. അത്രയാണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എവല്യൂഷൻ വരുന്നത്. ഇനി നമ്മളുടെ ഇപ്പോഴത്തെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ കൂടി സ്പെസിഫിക് ആണ്. അതുകൊണ്ടാണ് നമ്മളതിനെ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി വാട്ട് ഈസ് മെൻ ബൈ സ്ട്രാറ്റജി? സ്ട്രാറ്റജി മീൻസ് സ്പെസിഫിക് പ്ലാൻസ്, അല്ലേ? നമ്മൾ എല്ലാ കാര്യം പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഇറ്റ് ഈസ് പ്ലാൻഡ് ഇൻ അഡ്വാൻസ്ഡ്. അങ്ങനെയാണ്. അതൊന്ന് ആലോചിച്ച് വയ്ക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇറ്റ് ഈസ് പ്ലാൻഡ് ഇൻ അഡ്വാൻസ്ഡ് ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലെല്ലാം ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്തേക്കാണ്. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പം ഓൾറെഡി അവർ മൈൻഡ് ഹാഡ് അക്സെപ്റ്റഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു അറ്റൻഡ് എ ക്ലാസ് ആൻഡ് യു ഹാവ് ടു ലിസൺ ദ ക്ലാസ്. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി പ്ലാൻഡ് ആണ്. ഓക്കെ, ഇഫ് യു നോട്ട് പ്ലാനിങ് മീൻസ് യു ഡോണ്ട് ഡു നത്തിങ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് ക്ലാസ്സിലാണ്, പെട്ടെന്ന് ഞാൻ നിങ്ങളൊരാളെ വിളിച്ചിട്ട് നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ യുവർ മൈൻഡ് ഈസ് നോട്ട് പ്ലാൻഡ്. നിങ്ങൾ പെട്ടെന്ന് അത് ഏറ്റെടുക്കില്ല. യുവർ മൈൻഡ് റിക്വയർസ് സം ടൈം. വൺസ് ഇറ്റ് അക്സെപ്റ്റ് ഇറ്റ്, യു വിൽ ഡു ദാറ്റ്. അങ്ങനെയാണ് പ്ലാനിങ് വരുന്നത്. സ്പെസിഫിക് പ്ലാൻ എന്ന് വെച്ചാൽ ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷന് എന്താണ് വേണ്ടതെന്നുള്ളത് ചിന്തിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് സ്പെസിഫിക് പ്ലാൻ, അല്ലേ? എല്ലാ ജനറൽ പ്ലാൻസും എല്ലായിടത്തും അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ആ രീതിയിലേക്ക് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെൻറ്റ്, ഗ്ലോബലൈസേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ഓർഗനൈസേഷനും ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറേണ്ടത് അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഹ്യൂമൻ റിസോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസും ഹ്യൂമൻസിൻ്റെ എംപ്ലോയീസിൻ്റെ ഗോൾസും ഒക്കെ ഒരേപോലെ അലൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള HRM വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? നമ്മളുടെ ഓർഗനൈസേഷനെ ഗ്ലോബലി കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നിലനിർത്താനും ലോങ് ടേമിൽ നമ്മുടെ ഓർഗനൈസേഷനെ എത്രത്തോളം സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ സ്ട്രാറ്റജിക് HRMൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം: മാനേജൽ ഫങ്ഷൻ ആൻഡ് ഓപ്പറേഷണൽ ഫങ്ഷൻ. അതിൽ മാനേജൽ ഫങ്ഷനിൽ ആദ്യം വരുന്ന പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൽ ഇവിടെ ഹ്യൂമൻ റിസോഴ്സിൽ പ്ലാൻ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ തന്നെയാണ്. അതായത് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് കൊടുക്കണം, എന്തൊക്കെ പോളിസീസ് ഫോം ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അവരെങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വരുന്ന ഫങ്ഷനാണ്, മാനേജൽ ഫങ്ഷനാണ് ഓർഗനൈസേഷൻ.
ഓർഗനൈസേഷനിൽ നമുക്ക് ചുരുക്കി പറയാവുന്ന കാര്യം ഇതാണ്. ലൈക്ക് ഈ ഓർഗനൈസേഷനിലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ എന്താണ് മെയിനായിട്ടും ഈ പറയുന്ന പോലെ നമ്മളുടെ ഓരോരുത്തരുടെ ജോബിൻ്റെ സ്പെസിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ അവരുടെ ഈ പറയുന്ന ജോബ് അനുസരിച്ചിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ് അല്ലേ, സുപ്പീരിയർ സബോർഡിനേറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൽ വരുന്ന ഫിസിക്കൽ ഫ്ലോ എങ്ങനെയാണ്, അതുപോലെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഈ പറയുന്ന നമ്മളുടെ എംപ്ലോയീസിനെ ചേർത്ത് കൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ടീം, ആ ഒരു ടാസ്ക് ഫോഴ്സിൻ്റെ പ്രിപ്പറേഷൻസ്, അതിൽ ഓരോരുത്തരെയും പ്രോപ്പറായിട്ട് അലൊക്കേറ്റ് ചെയ്യുക, അവരെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അവരെങ്ങനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഓർഗനൈസേഷൻ ഫംഗ്ഷനിൽ വരികയാണ്. അത് കഴിഞ്ഞ് ഡയറക്റ്റിംഗ്. വൺസ് ഈ പറയുന്ന ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ആയി കഴിയുമ്പോൾ തന്നെ നമ്മളുടെ എംപ്ലോയീസിൻ്റെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അതോറിറ്റി ഡെസിഗ്നേഷൻ കിട്ടിയിട്ടുണ്ടാവും, അവർ ഏതൊരു ഗ്രൂപ്പിൽ പെടുന്നവരാണെന്നുള്ളത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാവും, അവർക്കുള്ള ടാസ്ക് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ടാവും, അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും ഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഫോം ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെ നമ്മളുടെ ഈ ഡയറക്റ്റിങ്ങിൽ നമ്മുടെ പേഴ്സണൽ മാനേജർ എന്ത് ചെയ്യുന്നു, അവർ ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അത് ഡയറക്ഷൻസ് കൊടുക്കുക മാത്രമല്ല, അവർക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസ്, അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത്. അത് ഡയറക്റ്റിംഗ് ഫംഗ്ഷനിൽ. പിന്നെ നാലാമത് ലാസ്റ്റ് വരുന്നൊരു ഫംഗ്ഷനാണ് കൺട്രോളിങ്. കൺട്രോളിങ്ങിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഓരോ എംപ്ലോയീസിനും നമ്മൾ കൊടുക്കുന്ന അതോറിറ്റി, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ജോബ് ഡ്യൂട്ടീസ് അല്ലേ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം അവർ ആ ഓർഗനൈസേഷനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്യണം. അപ്പോൾ അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ദാറ്റ് ഈസ് ആക്ച്വൽ പെർഫോമൻസ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പെർഫോമൻസ് അല്ലേ. അപ്പോൾ അത് തമ്മിൽ എത്രത്തോളം അലൈൻമെൻറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കുകയാണ്. അത് നോക്കുന്നത് ബൈ യൂസിങ് സം സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ വെച്ചിട്ട് അത് നമ്മൾ എത്രത്തോളം ആക്ച്വൽ പെർഫോമൻസും എക്സ്പെക്റ്റഡ് പെർഫോമൻസും തമ്മിൽ അലൈൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നു. അതിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ പെർഫോമൻസ് അപ്രൈസൽ, അവരെത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ട്, അവരെത്രമാത്രം ഡെഡിക്കേറ്റഡ് ആവുന്നുണ്ട്, അവരെത്രമാത്രം അവർ അതോറിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ പെർഫോമൻസ് അപ്രൈസലിലൂടെ മനസ്സിലാക്കിയെടുക്കുകയാണ്. ആ രീതിയിലാണ് അതെടുത്തുകൊണ്ട് അവരെ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുകയാണ്. അവരുടെ ടൈം ബൗണ്ടഡായിട്ട് അവർ വർക്ക് ചെയ്യാനും അവരുടെ മാക്സിമം എഫേർട്ട് ആ വർക്കിൽ കൊടുക്കാനും അവരുടെ നല്ല ക്വാളിറ്റി വർക്ക് പെർഫോം ചെയ്യാനുള്ള കൺട്രോളിംഗ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മാനേജീരിയൽ ഫങ്ഷൻസ്.